നവംബർ 3 31 ആഴ്ചയിലെ തിങ്കളാഴ്ച. ലൂക്ക 14:12 മുതൽ 14 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു ബിസിനസ്സുകാരൻ ഒരു കത്തോലിക്ക ഹൈസ്കൂളിലെ പ്രിൻസിപ്പാളിനെ കാണാൻ പോയി. തൻ്റെ മകനു വേണ്ടി സ്കൂൾ ചെയ്ത എല്ലാ കാര്യത്തിനും നന്ദി പ്രകടിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ദരിദ്രരായ വിദ്യാർത്ഥിക്ക് വാർഷിക സ്കോളർഷിപ്പ് സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. വളരെ സന്തോഷത്തോടെ പ്രിൻസിപ്പാൾ ചോദിച്ചു, സ്കോളർഷിപ്പിന് നിങ്ങളുടെ പേര് അനുവദിക്കുന്നതിൻ്റെ ബഹുമതി നിങ്ങൾ ഞങ്ങൾക്ക് തരുമോ? ബിസിനസ്സുകാരൻ മറുപടി പറഞ്ഞു, സ്കോളർഷിപ്പിന് എൻ്റെ പേര് നൽകണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും പേര് നൽകാം. സ്കോളർഷിപ്പിൻ്റെ ഉറവിടം അജ്ഞാതമായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ സുവിശേഷ വായന നമ്മോട് ചോദിക്കുന്നത്, നമ്മുടെ സമയം, കഴിവുകൾ അല്ലെങ്കിൽ പണം ഇവ നൽകുമ്പോൾ നന്ദിയോ അംഗീകാരമോ ലഭിക്കുന്നതിൽ നമുക്ക് എത്രത്തോളം താല്പര്യമുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു ഫരിസേയൻ യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നു. യേശു അവൻ്റെ ക്ഷണം സ്വീകരിച്ചു. അവർ ഒരുമിച്ച് ഭക്ഷണം ആസ്വദിച്ചപ്പോൾ യേശു സ്വാഭാവികമായും തൻ്റെ ആതിഥേയനുമായി സംസാരിച്ചു. സംഭാഷണത്തിനിടയിൽ അടുത്ത തവണ ഒരു വിരുന്ന് നടത്തുമ്പോൾ ആവശ്യക്കാരായ ആളുകളെ ക്ഷണിക്കണമെന്ന് യേശു തൻ്റെ ആതിഥേയനോട് പറഞ്ഞു. അന്ധർ, മുടന്തർ, ദരിദ്രർ, ഇങ്ങനെ സമൂഹത്തിലെ ഏറ്റവും ചെറിയവരെ ക്ഷണിച്ചാൽ പകരം അവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് യേശു തൻ്റെ ആതിഥേയനോട് വാഗ്ദാനം ചെയ്തു. നമ്മുടെ കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ഉള്ളിലെ ചുറ്റുപാടുകൾക്കപ്പുറം നമ്മുടെ ദൈവവും ആതിഥ്യ മര്യാദയും കൂടുതൽ വ്യാപിപ്പിക്കാൻ ഈ ഭാഗം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ദരിദ്രർ, വികലാംഗർ, മുടന്തർ, അന്ധർ എന്നിങ്ങനെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോ അവഗണിക്കപ്പെട്ടവരോ ആയ ആളുകളിലേക്ക് എത്തിച്ചേരാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു. നാം അവരോട് സ്നേഹവും അനുകമ്പയും കാണിക്കുകയും യേശു പ്രഘോഷിച്ച സമത്വത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവരെ ഭക്ഷണത്തിലും കൂട്ടായ്മയിലും പങ്കുചേരാൻ നാം ക്ഷണിക്കുമ്പോൾ യേശുവിൻ്റെ അനുകമ്പയാണ് നാം കാണിക്കുക. യേശുവിൻ്റെ സന്ദേശം എല്ലാ തടസ്സങ്ങളും തകർത്ത് എല്ലാവരെയും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാനും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നൽകുന്ന അതേ സ്നേഹവും കരുതലും മറ്റുള്ളവർക്ക് കാണിക്കുവാനും നമ്മെ വെല്ലുവിളിക്കുന്നു. സമൂലമായ ആതിഥ്യം ശീലിക്കാനും ഓരോ വ്യക്തിയിലും അവരുടെ സാമൂഹിക പദവിയോ സാഹചര്യങ്ങളോ പരിഗണിക്കാതെ മൂല്യവും അന്തസ്സും കാണാനുമുള്ള ഒരു ആഹ്വാനമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മുടെ മേശയിൽ ഇടം ലഭിക്കാനും നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ആവശ്യമുള്ളതിനാൽ സ്നേഹത്തിൻ്റെയും ഉൾക്കൊള്ളലിൻ്റെയും ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ